നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികളോട് കാണിക്കുന്ന ലൈംഗിക ക്രൂരത എങ്ങനെ നേരിടാം എന്ന് നമുക്ക് നോക്കാം. കുട്ടികളോട് കാണിക്കുന്ന ലൈംഗിക അതിക്രമം ഒരു അത്യന്തം ഗുരുതരവും ദുഃഖകരവുമായ സാമൂഹിക പ്രശ്നമാണ്. അതിനെ നേരിടാൻ വ്യക്തികൾക്കും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. ഇതിനെ നേരിടുന്നതിന് നിരവധി സുരക്ഷിതമായ വഴികളും മുൻകരുതലുകളും ഉണ്ട്. ഒരു ചെറിയ പ്രായം തുടങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പരമപ്രധാനം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ മുതൽ അധ്യാപകരും മാതാപിതാക്കളും ജാഗരൂകരാകണം. നമ്മുടെ ശരീരഭാഗങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചും പ്രൈവറ്റ് പാർട്സ് മറ്റാരെങ്കിലും തൊടാൻ പാടില്ലെന്നും അവരെ പഠിപ്പിക്കുക. നല്ല സ്പർശം, മോശ സ്പർശം ഇവ എന്താണെന്നതിനെക്കുറിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ആർക്കെതിരെയും ശരിയല്ലാത്ത കാര്യങ്ങളിൽ ഇല്ല എന്ന് പറയുവാനുള്ള ആത്മവിശ്വാസം കുട്ടികളിൽ വളർത്തുക. എന്തെങ്കിലും സാഹചര്യത്തിൽ അസ്വസ്ഥതയോ പ്രശ്നമോ തോന്നിയാൽ അച്ഛനോടോ അമ്മയോടോ അധ്യാപകരോടോ അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന മുതിർന്ന ആരോടെങ്കിലുമോ ഉടൻ പറയണമെന്ന് കുട്ടികളെ ബോധവൽക്കരിക്കുക. പ്രായത്തിനനുസരിച്ചുള്ള ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ലൈംഗികത, വ്യക്തിഗത പരിധികൾ, മറ്റുള്ളവരുടെ അതിരുകൾ ആദരിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ അനുസരിച്ചിട്ടുള്ള സൗമ്യമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ കൊടുക്കുക. യൗവനകാലം എങ്ങനെ അർത്ഥവത്തായി ദിശാബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ലക്ഷ്യപ്രാപ്തിയിലെത്താൻ പരിശ്രമിക്കണം എന്നും കുട്ടികൾക്ക് ഉത്ബോധനം നൽകുക. സാമൂഹിക വിപത്തുകൾ ആയ ലഹരി ഉപയോഗവും ഫോണിൽ കൂടിയുള്ള ലൈംഗിക ചുവയുള്ള പോൺ വീഡിയോ കാണലുകളും ഒക്കെ ശക്തമായി വിമർശിക്കുകയും അതിൻ്റെ ദോഷവശങ്ങൾ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുകയും വേണം. എല്ലാ കാര്യത്തിനും ഓരോ പ്രായമുണ്ടെന്നും ഓരോ സമയത്തും ചെയ്യേണ്ടത് മാത്രമേ ചെയ്യാവൂ എന്നും ചെയ്യരുതാത്തത് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കുക. ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരുന്നാൽ ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നും കുട്ടികളെ മനസ്സിലാക്കിക്കുക. ഒരു 25 വയസ്സിന് മുമ്പ് പഠിച്ച് നല്ല നിലയിലെത്തിയില്ലെങ്കിൽ പിന്നെ ജീവിതം ദുസ്സഹമാകും. ഒരു കുടുംബമായതിനു ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ 15 വയസ്സ് മുതൽ ചെയ്യാൻ തുടങ്ങിയാൽ ലക്ഷ്യം കൈവിട്ടു പോവുകയും ജീവിതം തീർത്തും തുലയുകയും ചെയ്യും. 25-30 വയസ്സ് കഴിഞ്ഞ് പഠിച്ച് ജോലി ചെയ്യാനായിട്ട് ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടപ്പന്തയം കഴിഞ്ഞ് ഗ്രൗണ്ടിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടക്കാരന് തുല്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ജീവിതകാലം മുഴുവനും അവൻ ഓടിയാലും അവനൊന്നും നേടുകയില്ല. അതേസമയം ഓടേണ്ട സമയത്ത് ഫിനിഷിംഗ് പോയിന്റിലെത്താൻ ആഞ്ഞു വലിഞ്ഞു ഓടുന്ന ഓട്ടക്കാരൻ്റെ ഭാവത്തിൽ ഓരോ കുട്ടിയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കർത്തവ്യം നിറവേറ്റണം എന്നും ഉപദേശിക്കണം. ഇക്കാര്യത്തിൽ കുടുംബത്തിൻ്റെ പങ്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളുമായി തുറന്ന ആശയവിനിമയം നടത്തുക. മാതാപിതാക്കൾ കുട്ടിയുമായി ഭയമില്ലാത്ത വിശ്വാസമുള്ള ബന്ധം വളർത്തുക. കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താതെ ശ്രദ്ധയോട് കേൾക്കുക. കുട്ടിയുടെ പെരുമാറ്റത്തിൽ അപ്രതീക്ഷിതമായി ഉള്ള മാറ്റം, ഉദാഹരണത്തിന് ഭയം, മിണ്ടാതിരിക്കുക, കുട്ടിയുടെ ഉറക്കം കുറയുക, എങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ തീർച്ചയായും ശ്രദ്ധിക്കണം. ഗൂഢമായ പെരുമാറ്റം, പ്രത്യേകിച്ചും ഒരേ വ്യക്തിയെക്കുറിച്ചുള്ള അതിരുള്ള സംസാരങ്ങൾ ഒക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ശാരീരിക അസ്വാസ്ഥ്യമോ വേദനയോ കണ്ടാൽ സ്നേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അവർക്ക് നമ്മളോട് എല്ലാം തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ എങ്ങനെയാണ് കുട്ടികളോട് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സ്കൂളുകളിൽ പോസ്കോ നിയമം സംബന്ധിച്ചുള്ള അവബോധം നൽകുക. വിദ്യാർത്ഥികൾക്കായി സുരക്ഷിത പഠന പരിസ്ഥിതി ഉറപ്പാക്കുക. കൗൺസിലിംഗ് സംവിധാനം നിലനിർത്തുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് ആശ്രയിക്കാവുന്ന വിശ്വാസമുള്ള അധ്യാപകൻ അഥവാ കൗൺസിലർ ഉണ്ടാകുക. നിയമപരമായി നടപടികളും നിയമസഹായവും ലഭ്യമാക്കുക. പോസ്കോ നിയമപ്രകാരം കുട്ടികളോട് ലൈംഗിക അതിക്രമം ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും തികഞ്ഞ ശിക്ഷ ലഭ്യമാണെന്നും ഉറപ്പാക്കുക. സംശയമുള്ള സാഹചര്യത്തിൽ കുട്ടികൾ അകപ്പെട്ടാൽ പോലീസിൽ ഉടൻ പരാതി നൽകുക. കർശനമായ ശിക്ഷ നടപ്പാക്കണം. കുട്ടിയെയും കുടുംബത്തെയും സഹായിക്കാൻ ചൈൽഡ് ലൈൻ പോലെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ നമ്പർ 1098 ആണ്.
മാതാപിതാക്കളും അധികാരികളും മാനസിക പിന്തുണയും സംരക്ഷണവും നൽകാൻ സന്നദ്ധരാകണം. അതിക്രമം അനുഭവിച്ച കുട്ടിക്ക് മനോവിഷമം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് കുറ്റപ്പെടുത്താതിരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അത് ജീവിതത്തിൻ്റെ അവസാനമാണെന്ന ഭാവത്തിൽ പെരുമാറി കുട്ടിയെ വീണ്ടും നിരാശക്കുഴിയിൽ തള്ളിയിടരുത്. നമ്മൾ കുറേ ജീവിതം കണ്ടവരല്ലേ. എല്ലാം തകർന്നടിഞ്ഞു എന്ന ചിന്ത അവർക്കുണ്ടാകാതെ മുതിർന്നവർ പരമാവധി സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് അവരെ പഴയ മാനസികാവസ്ഥ കൈവരിക്കാൻ സഹായിക്കണം. മാത്രമല്ല, അവരുടെ ജീവിതം കൂടുതൽ ശോഭനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. കുറ്റക്കാരെ ശിക്ഷിക്കുകയും അവരെയും നേർവഴി നടത്താനുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് നയിക്കുകയും വേണം. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം ഉടൻ നൽകുക. കുട്ടിക്ക് സ്നേഹവും സുരക്ഷയും ഉറപ്പാക്കുന്ന അന്തരീക്ഷം ഒരുക്കുക. ചുരുക്കത്തിൽ, നാം ഓരോരുത്തരും കുട്ടികളുടെ ശബ്ദമാകുക, അവരെ കേൾക്കുക, അവരെ സംരക്ഷിക്കുക. അതാണ് ഏറ്റവും അധികം നിർബന്ധമായ മനുഷ്യ കർത്തവ്യം. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ പലവിധമായ അനുഭവങ്ങൾ കണ്ടുമുട്ടാൻ ഇടവന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.